ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് നോക്കാൻ പോണത്. സോഷ്യോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻസ്, മറ്റ് പിന്നോക്ക വർഗങ്ങളുടെ പ്രശ്നങ്ങൾ. ഇതാണ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഇത്രയും ഇതിന് മുന്നുള്ള ചാപ്റ്ററുകളിൽ പലതരത്തിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സ്, കാസ്റ്റ്, പിന്നെ ഇന്ത്യയിലെ മേജർ പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാത്ത കുറച്ച് ആൾക്കാർ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോണത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് നമ്മുടെ ബാലവേലനെ കുറിച്ച് നോക്കാനുള്ളത്. ബാലവേല ചെയ്യുന്നവർ. അപ്പോൾ ബാലവേല ചെയ്യുന്നവർ നമുക്കറിയാം ആരാണ്? കുട്ടികളാണ് അല്ലേ? അപ്പോൾ ആരാണ് ഈ ബാലവേലക്കാർ അല്ലെങ്കിൽ ചൈൽഡ് ലേബറേഴ്സ് എന്ന് നോക്കാം. ബാലവേലക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5-നും 14-നും ഇടയിൽ പ്രായമുള്ളവരും ചെറിയ തോതിൽ വരുമാനം നേടുന്നവരുമാണ്. ഇത്തരം ബാലവേലക്കാർ ഭൂരിഭാഗവും എവിടെ നിന്നാണ്? ദരിദ്ര കുടുംബങ്ങളിൽ നിന്നാണ്. അപ്പോൾ ബാലവേലക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്? 5-നും 14-നും ഇടയിൽ വയസ്സുള്ളവരും അതേപോലെ തന്നെ എന്താണ്? ചെറിയ തോതിൽ വരുമാനം നേടുന്നവരുമാണ് നമ്മൾ ബാലവേലക്കാരെന്ന് പറയാം. അപ്പോൾ ദാരിദ്ര്യമാണ് അവരെ ഇത്തരം ജോലികളിലേക്ക് നയിക്കുന്നത്. 1986 ബാലവേല നിരോധന നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ രാത്രി 7 മണിക്ക് ശേഷവും രാവിലെ 8 മണിക്ക് മുൻപും ജോലി ചെയ്യിക്കാൻ പാടില്ല. അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം അവധി അനുവദിക്കണം. പിന്നെ 6 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ അങ്ങനെ അനുസരിക്കുന്നൊന്നുമില്ല. അതൊന്നല്ലാതെ ചെറിയ കുട്ടികൾ വളരെ ദുസ്സഹമായിട്ടുള്ള സാഹചര്യത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ഇവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നതാണ്. അങ്ങനെ അവർക്ക് ആസ്മ, ക്ഷയം, പലതരത്തിലുള്ള അണുബാധകൾ, ചില കുട്ടികളെ ലൈംഗികമായിട്ട് വരെ ചൂഷണം ചെയ്യാം. അപ്പോൾ അവർക്ക് ലൈംഗിക രോഗങ്ങൾ ഇതൊക്കെ അവർക്ക് പെടും. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് വന്നു പെടാം. അപ്പോൾ അവരുടെ ഒരു പ്രായത്തിൽ കവിഞ്ഞ ജോലികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? പലതരത്തിലുള്ള അപകടങ്ങൾ വരെ അവർക്ക് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവാവുന്നതാണ്. ഇതൊക്കെയാണ് അവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇനി വേറൊരു വിഭാഗക്കാരാണ് തെരുവ് കുട്ടികൾ. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, തെരുവിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികൾ. അപ്പോൾ 2 തരത്തിലുള്ള കുട്ടികളാണ് അവിടെ ഉണ്ടാവുക. ഒന്ന് അനാഥരായവർ, അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ അനാഥരായവർ. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് വലിയ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ 2 തരം കുട്ടികളാണ് അതിൽ കാണാം. ഇതിൽ ഒരു വിഭാഗം എന്താണ്? അനാഥരാവാം. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് വലിയ വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ നിന്ന് അകറ്റപ്പെട്ടവരാവാം. ഇവരനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണി, നിരക്ഷരത, പോഷകാഹാരക്കുറവ് അതൊക്കെയാണ്. ഇവർ ശാരീരികമായിട്ട് ചൂഷണം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇവർ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന ഒരു സ്വഭാവം കൂടുതലാണ്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെടാനും മദ്യപാനം പോലുള്ള ദുശീലങ്ങളിൽ പെടാനും അങ്ങനെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് അവർ തിരിയാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇതാണ് ഒരു വിഭാഗക്കാർ, ചെറിയ കുട്ടികൾ, ബാലവേല ചെയ്യുന്നവർ, അതേപോലെ തന്നെ എന്താണ്? തെരുവ് കുട്ടികൾ. അടുത്തൊരു വിഭാഗമാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ഏകദേശം പകുതിയോളം ആരുണ്ട്? സ്ത്രീകളുണ്ട്. പക്ഷെ ഇവരെന്താണ്? പുരുഷന്മാരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശ്രയത്വ മനോഭാവം എന്താണ്? അവരുടെ പദവി താഴ്ന്നതാവാനായിട്ട് കാരണമാണ്. അപ്പോൾ എല്ലാ മേഖലകളും എന്താണ്? പുരുഷാധിപത്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലതരത്തിൽ ജോലികളാണെങ്കിലും ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത കൂലികളായിരിക്കും. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള വിവേചനം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഇനി ജോലി സ്ഥലങ്ങളിലും ഒക്കെ എന്താണ്? അവരിങ്ങനെ ചൂഷണം നേരിടേണ്ടി വരികയാണ്. അപ്പം പിന്നെ ഇനി ഇതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് എന്ത്? സ്ത്രീധനം എന്ന് പറയുന്നത്. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്നതിന് ആ വരന് അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് എന്താണ്? ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നും കൊടുക്കുന്ന പണമായോ അല്ലെങ്കിൽ സ്വർണമായോ ഒക്കെ കൊടുക്കുന്ന സമ്പത്ത്, അതിനെയാണ് എന്ത് പറയുക? സ്ത്രീധനം എന്ന് പറയാം. അപ്പം സ്ത്രീധനം സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട്. 1976 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വഴി സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും എന്താണ്? നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ട്.
ഇനി അഥവാ അവരുദ്ദേശിച്ച സ്ത്രീധനം കിട്ടിയില്ല എങ്കിൽ എന്താണ്, അപ്പോൾ തുടങ്ങി സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ തുടങ്ങി. ഒരുപാട് പെൺകുട്ടികൾ അതിൻ്റെ പേരിൽ എന്താണ് ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലേ, വിസ്മയ, അങ്ങനെയുള്ള ഞാൻ പെട്ടെന്നൊരു ഓർമ്മ വന്ന പേര് പറയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇപ്പം അടുത്ത് വരെ കുട്ടികൾ നമ്മളിതുപോലെ ആത്മഹത്യ ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്, പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താണ് അറവുശാലയിൽ മാടിനെ വാങ്ങുന്ന പോലെ എണ്ണിപ്പറഞ്ഞ് വാങ്ങും. ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ്, അവർ നേരിട്ടൊന്നും പറയില്ല. അപ്പോൾ അവർക്കൊരു ഏകദേശം അറിയാമല്ലോ ഇവിടെ നിന്ന് ഇത്ര കിട്ടാനുണ്ടാവും, അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളൂ, അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ടാവും. ബാക്കിയുള്ളവർ ചില ആൾക്കാർ മഹാകള്ളന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഉന്നം വെച്ചിട്ടുണ്ടാവും. മറ്റേ സിനിമയുണ്ടല്ലോ നമ്മുടെ, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളല്ല കേട്ടോ, ഈ സിനിമയുടെ കഥകൾ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ വരും. ആ ജയ 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 ഹേ എന്നുള്ള സിനിമയിൽ ആ അമ്മാമ്മ ഉണ്ടല്ലോ, അയാളുടെ അമ്മ, അവർ ആക്ച്വലി അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം അവർ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും. സ്ത്രീധനമായിട്ട് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും വേണ്ട, കുട്ടീനെ മാത്രം മതി എന്നൊക്കെ പറയും. ഇത് ഈ വായെന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ വേറെയാണ് ഒരു ഉദ്ദേശം. അങ്ങനെയുള്ളവരാണ് ഭയങ്കര പ്രശ്നക്കാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നീട് അവർ ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്നാവുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ചോദിക്കാനൊന്നും പറ്റില്ല. കാരണം അന്ന് അന്തസ്സായിട്ട് അവരോട് ചോദിച്ചതാണ്, അപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിരന്തരമായിട്ട് ആ പെൺകുട്ടീനെ പല മാനസികമായി ശാരീരികമായിട്ടൊക്കെ വളരെ റയറായിട്ട്, അതല്ലാതെ ഏറ്റവും കൂടുതൽ ഈ കുട്ടികൾ മാനസിക സമ്മർദ്ദങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. പെൺകുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴാണ് അവർ കയറി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ചിന്താധാരകളുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ നിയമം വഴി ഇത് മാറ്റിയിട്ട് പോലും എന്താണ് ഈ ഒരു ആചാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണത് കൊണ്ടു ചെല്ലുന്നത്. ഇനി അതുപോലെ എന്താണ് പെൺകുട്ടികൾ അനുഭവിക്കുന്ന മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ലിംഗാധിഷ്ഠിത വിവേചനം. പെണ്ണായതുകൊണ്ട് മാത്രം പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഭാഗം ആർക്കാണ്, ആൺകുട്ടിക്ക് കൊടുക്കാം. നീ പെണ്ണാന്നുണ്ടായിരുന്ന പൊട്ടും പൊടിയും മാത്രം കൊടുക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ അത് മാത്രമല്ല, സ്കൂളുകളിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സ്, പലതരത്തിലുള്ള എല്ലാ മേഖലകളിലും എന്താണ് പെൺകുട്ടികൾ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുകയാണ്. പക്ഷെ ഇപ്പം എന്താണ്, അവരുടെ ഒരു കഴിവ് കൊണ്ട് നമുക്ക് അഭിമാനിക്കാം അല്ലേ. അവരെന്താണ് കഴിവ് കൊണ്ട് സമൂഹത്തിൽ സ്ത്രീകൾ എത്തിപ്പെടാത്ത ഒറ്റ മേഖല പോലും ഇല്ല. ബഹിരാകാശത്ത് വരെ എന്താണ് സ്ത്രീകൾ കാലുകുത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും ഒരു പുരോഗമനം ആർക്കാണ്, നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുരോഗമനമുള്ള ഇതേ നാട്ടിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ എന്താണ് മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ, സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെയുള്ള മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ എന്താണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം രണ്ട് മുഖങ്ങളാണ് നമുക്ക് ഈ സമൂഹത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെയുള്ളത് എന്താണ് ലൈംഗിക അതിക്രമങ്ങൾ. ഒരു ബസ്സിൽ പോലും സമാധാനമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. പലതരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നു. പിന്നെ അത് മാത്രമല്ല പീഡനങ്ങൾ, എത്ര ക്രൂരമായിട്ടാണല്ലോ ഓരോ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച് കൊല്ലുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ആ ഡൽഹി പെൺകുട്ടീനെ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. അതിനെ അങ്ങനെ ചെയ്തു, എന്നിട്ട് എത്ര ക്രൂരമായിട്ടാണ് അവരതിനെ ചെയ്തിരിക്കുന്നത് അല്ലേ ഓരോന്നൊക്കെയും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താണ് ശൈശവ വിവാഹങ്ങൾ. അതിൻ്റെ ഒരു നല്ല പ്രായമാകുമ്പോഴേക്കും ആ പാപ മരിച്ചു പോകുമ്പോൾ എന്താണ്ടാവുക, അത് വിധവയായി. പിന്നെയുള്ള കാലം അതവിടെ അവസാനിച്ചു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊക്കെ നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ സ്വത്തിൽ, നമ്മുടെ സ്വത്തിൽ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വത്തിൽ എന്താണ് 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് പൂർവിക സ്വത്തിൽ പെൺമക്കൾക്കും കൂടെ അവകാശം ഉണ്ടെന്ന് വന്നിട്ടുണ്ട്. ബാറ്റ അതൊന്നല്ല, കെട്ടി എന്തെങ്കിലും കൊടുത്ത് അതിനവിടെ നിന്ന് ബാധ്യത ഒഴിപ്പിച്ചു വിട്ടു. എന്നാൽ പോയോടത്ത് എന്തെങ്കിലും കാര്യമുണ്ടാ ഇല്ല. അവരുടെ പീഡനം ഏറ്റ് ഇവിടേക്കും ഇല്ല, ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ കിടന്നിട്ടാണ് ആ കുട്ടികളൊക്കെ മരിച്ചു വരെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നല്ല വീറും വാശിയോടും കൂടി വരുന്ന ആൾക്കാരെന്താണ് അതിൽ നിന്നൊക്കെ പൊരുതി നമ്മൾ സ്ത്രീകളെല്ലാ മേഖലകളിലും എത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വിഭാഗമാണ് ഒ ബി സി അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്.
പിന്നോക്ക വർഗങ്ങൾ. നമ്മൾ SC ST കണ്ടു, അതുകൂടാതെ OBC എന്ന് പറയുന്ന വേറൊരു വിഭാഗം കൂടിയുണ്ട്. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പോലെ ഒരുപാട് സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടലുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇവർ നേരിടുന്നൊരു പ്രശ്നം, ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഈ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം മീൻസ് എന്ന് പറയുമ്പോൾ കുറേ സംഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതങ്ങോട്ട് എത്തുന്നില്ല, അത്രയും പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. എന്നാൽ എന്താണ്, സമൂഹത്തിൽ മറ്റ് ജനറൽ വിഭാഗത്തിൻ്റെ പോലത്തെ ഒരു പദവിയും ഇല്ല. രണ്ടുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ആര്, പിന്നോക്ക വർഗങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്ന് നോക്കാം. 1953 കാക്ക കലേക്കർ അധ്യക്ഷനായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു പിന്നോക്ക വർഗ കമ്മീഷനെ നിയമിച്ചു. 1953 കാക്ക കലേക്കർ അധ്യക്ഷനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുപാർശകളാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട്. ജാതി മേധാവിത്വ ശ്രേണിയിലെ താഴ്ന്ന സാമൂഹ്യ സ്ഥാനം, അല്ല ജാതിയിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അവർ താഴ്ന്ന ജാതിക്കാരാണ്. വിദ്യാഭ്യാസ പുരോഗതിയിലെ അഭാവം, അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഗവൺമെൻറ് ഓഫീസുകളിലെ അപര്യാപ്തമായ പ്രാതിനിധ്യം, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ എന്താണ് അവർക്കധികം കിട്ടുന്നില്ല. വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നീ രംഗങ്ങളിൽ അപര്യാപ്തമായിട്ടുള്ള സാന്നിധ്യം, ഇതൊക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണെന്ന് 1953 കാക്ക കലേക്കർ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ഭാഗമായിട്ട് 1978 BP മണ്ടേലിനെ അധ്യക്ഷനാക്കിയിട്ട് ഒരു പിന്നോക്ക വർഗ കമ്മീഷൻ ജനതാ ഗവൺമെൻറ് നിയമിച്ചു. ആ കമ്മീഷൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1978 BP മണ്ടേൽ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിലയിലുള്ള പിന്നോക്ക വർഗങ്ങളെ നിർവചിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുക. അതായത് പിന്നോക്ക വർഗം എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, അതൊന്ന് പുനരാവിഷ്കരിക്കാം. പിന്നോക്കക്കാരുടെ ഉന്നമനത്തിനായുള്ള നടപടികൾ ചെയ്യുക. സർക്കാർ ഉദ്യോഗങ്ങളിൽ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് അപലഷണീയമായോ അല്ലയോ എന്ന് പരിശോധിക്കുക. അവർക്ക് കൊടുക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കാം. കമ്മീഷൻ കണ്ടെത്തിയ വസ്തുക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കമ്മീഷൻ ഉചിതമെന്ന് തോന്നുന്ന ശുപാർശകൾ ആവിഷ്കരിച്ചുകൊണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതാണ് BP മണ്ടേൽ അധ്യക്ഷനായ കമ്മീഷൻ്റെ കാര്യങ്ങൾ. ഇനി 1970 PO നെട്ടൂരിനെ അധ്യക്ഷനാക്കിയിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇന്ന് 25% ജോലികൾ പിന്നോക്ക വർഗക്കാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1970 PO നെട്ടൂരിന് അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് 20% ജോലികൾ ആർക്കാണ്, പിന്നോക്ക വർഗക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള 3 വിഭാഗക്കാർ. ഒന്ന് കുട്ടികൾ, ബാലവേല ചെയ്യുന്നവർ, പിന്നെയുള്ളത് സ്ത്രീകൾ, പിന്നെ വരുന്നത് പിന്നോക്ക വർഗക്കാർ, OBC ആണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എന്താണെന്നും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല അല്ലേ, നമുക്കൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പിന്നെ നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.